തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട വളാഞ്ചേരി വൈക്കത്തൂരിലെ ഫാത്തിമ റിൻഷ എന്ന 2 വയസ്സുകാരിയെയാണ് സഹോദരങ്ങളായ 8ാം ക്ലാസ്സുകാരൻ അമൽ കൃഷ്ണയും 7ാം ക്ലാസ്സുകാരൻ നിർണവ് കൃഷ്ണയും മരണക്കയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. സ്കൂൾ അവധിയായതിനാൽ വൈക്കത്തൂരിലെ വീടിനടുത്തുള്ള തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അമലും നിർണവും കൂട്ടുകാരും. ഇതിനിടെ കൂടെ ഉണ്ടായിരുന്ന 2 വയസ്സുകാരിയെ കാണാതായി. കുഞ്ഞെവിടെ പോയെന്നറിയാതെ ഉപ്പയും ഉമ്മയും പകച്ചു നിൽക്കുമ്പോൾ വെള്ളത്തിൽ വീണിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി അമലും നിർണവും തോട്ടിലേക്ക് എടുത്തു ചാടി. ബാക്കി അമലും നിർണവും പറയും. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവും, അല്ലാതെ എവിടെ ഇല്ല. ഉറപ്പായി. അപ്പൊ ഞങ്ങൾ രണ്ടാളും വേഗം തോട്ടിക്ക് ചാടി. അപ്പൊ അങ്ങനെ കുറച്ച് നീന്തിയപ്പോഴേക്കും ഞാൻ കുട്ടീനെ കണ്ടു. ഞങ്ങളെല്ലാരും കൂടിയും കുട്ടീനെ നേരെ കയറ്റി. വളാഞ്ചേരി നഗരസഭയിൽ നിന്ന് ലഭിച്ച നീന്തൽ പരിശീലനമാണ് നിർണവിന് തോട്ടിൽ ചാടാൻ ധൈര്യം നൽകിയത്. അബോധാവസ്ഥയിലായ കുഞ്ഞിന് CPR നൽകാൻ പ്രചോദനമായത് സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് അംഗമായ അമലിന് ലഭിച്ച പരിശീലനവും. പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുമുറി സ്വദേശികളായ അനിൽ ഉമ ദമ്പതികളുടെ മക്കളാണ് അമലും നിർണവും. മുതിർന്നവർ പോലും പകച്ചുനിന്ന സമയത്ത് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച സഹോദരങ്ങളെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് നാട്. മാഷാ അല്ലാഹ്, ബിഗ് സല്യൂട്ട്. ഒരു മുത്തം തന്നോട്ടെ. എന്തൊരു സന്തോഷത്തിന്റെ വാർത്തയല്ലേ. ഇന്നും ഞാൻ വായിച്ചൊരു വാർത്ത. 2ാം ക്ലാസ്സുകാരൻ ബാത്റൂമിൽ വള്ളിയിൽ കെട്ടി തൂങ്ങി മരിച്ചു, ഫോണ് മാതാപിതാക്കൾ വാങ്ങിയതിന്. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭീകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴാണ് ഈ ഏറ്റവും വലിയ ധൈര്യത്തിന്റെ മാതൃക കാണിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈപിടിച്ച കണ്ടോ പ്രിയപ്പെട്ട ചെറിയ മക്കൾ. രാഷ്ട്രപതിയുടെ ധീരതക്കുള്ള അവാർഡ് കിട്ടേണ്ട 2 പൊന്നുമക്കളാണ്.